നമ്മൾ തുടങ്ങിയതൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇന്ന് നമ്മളൊരു വെജിറ്റേറിയനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ സീരീസിനകത്ത് ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, ഇതേ ഈ നോൺ വെജ് തന്നെ കടന്ന് കളിക്കല്ലേ, ഞങ്ങൾ കുറച്ച് വെജിറ്റേറിയൻകാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തത് കുറച്ചൊക്കെ തെറ്റാ, പക്ഷേ പൂർണ്ണമായും തെറ്റാന്ന് എന്നോട് പറയരുത്. കാര്യം എന്നാന്നോ, നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേനെ ഇന്ന് ഇതേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ ഒക്കുമോ? പറ്റത്തില്ല. നമ്മളത് പറയരുത്. നമ്മൾ എന്നെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നതന്നെ നിറവോടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വരുന്ന വിരുന്നുകാർക്ക് നിറവോടെ കൊടുക്കണമെന്നല്ലേ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നാ വീട്ടിലുള്ളത് വെച്ച് ഓണം പോലെ കൊടുക്കും. പക്ഷേ ഇതിനകത്തൊരു മൈനസ് പോയിന്റും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉപദേശത്തിൻ്റെ കൂടെ നമ്മൾ പലതരത്തിലും അപ്പനും അമ്മയൊക്കെ ഉപദേശിക്കാറുണ്ട്. എന്നെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം ജോയിൻറ്റ് ഫാമിലിയാണ്, അപ്പച്ചനമ്മച്ചയെ കാണാനൊക്കെ എല്ലാവരും വരും, കസിൻസ് എല്ലാവരും വരും, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഗസ്റ്റുകൾ വരും. ഇതെല്ലാം വരുമ്പോൾ ഞങ്ങൾ പിള്ളേരുടെ കൂടെയൊക്കെ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു വെച്ചാൽ ഒട്ടനെ കയറി വന്ന് എല്ലാവരും പിടിച്ച് നിർത്തിയേച്ച ഒരു ഉപദേശമുണ്ട് അമ്മച്ചി. എന്നാന്നറിയോ, ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് ആരാ എന്നാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം. കാര്യം ഇനിയുള്ള ജനറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇന്നേരാരാന്നൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞോണം, തറുതല പറയരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം വരും. ഞങ്ങളിതെല്ലാം നല്ല ഉഗ്രനായിട്ട് തലയാട്ടും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരൊറ്റ മെയിൻ കാര്യം എന്നാന്നറിയോ, ഇവർ കൊണ്ടുവരുന്ന ബാഗാണ് സത്യം. ഇവരെന്നെ ഈ കൊണ്ടുവന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് സ്റ്റിൽ അവരങ്ങോട്ട് പോവാൻ നിൽക്കും. ഒന്നെങ്കിൽ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പപ്സൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ചിലപ്പം 2 പേരാ വന്നെന്ന് വെച്ചോ, അമ്മച്ചി ഒരു 5 പപ്സ് കൊണ്ട് വെച്ചു. ചേച്ചി പാഞ്ഞു വന്നേച്ചോട് പറയും, എടി അവർ 2 പപ്സ് കഴിക്കുമോ? ഇല്ലായിരിക്കും അല്ലേ, ഒരെണ്ണം എടുക്കുമായിരിക്കും. അല്ല, എടുക്കാതിരുന്നതെങ്കിൽ നമുക്ക് 2 കഴിക്കാമായിരുന്നു. ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ. എൻ്റെ മക്കളുടെ ജനറേഷൻ വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വലിയ കാര്യത്തിൽ പറയും, ആ ചേച്ചി എടുക്കല്ലേ, അവന്മാരതൊന്നും തിന്നത്തില്ലെന്ന് പറയും. അല്ല, അന്നേരം പിള്ളേർ കഴിക്കും, കൊണ്ടുവെക്കും. ഈ പിള്ളേർ തിന്നുന്ന കണ്ടേച്ചാൽ ഉടനെ ഞാൻ ഏതാണ്ട് പട്ടിണി കിട്ട പോലെ അവന്മാർ കഴിക്കുന്നത്. പിന്നെ ഇതും പോട്ടെ, ഞാൻ നന്നായിട്ടുണ്ടല്ലോ എൻ്റെ മക്കൾ നിന്നാവാൻ. എൻ്റെ ഡെലിവറി സമയത്ത് 28 കഴിയുമല്ലോ. 28 കഴിഞ്ഞ് വീട്ടിൽ വന്ന ആൾക്കാരെല്ലാം പോകാൻ നിൽക്കും, അവർ കൊണ്ടുവന്ന പ്രസൻറ്റ് പൊട്ടിക്കാൻ. കൊച്ചിന് പാല് കൊടുക്കുമോ, കൊച്ചിനെ കെയർ ചെയ്തൊക്കെ രണ്ടാമത് അമ്മ പറയും. ഞാനെന്നല്ല, എൻ്റെ നാത്തൂമാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന്. ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പൊട്ടിക്കുക പിടിക്കുക എന്നാ കൊണ്ടുവന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിത്വം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ പറയുന്നറിയോ, നമ്മളെപ്പോഴും കുട്ടിയായിട്ട് ജീവിക്കുമ്പം നിഷ്കളങ്കയായിരിക്കും എപ്പോഴും. അത് മതി, ഒരു കള്ളത്തരമില്ല, ഒന്നുമില്ലാത്ത ഒരു പ്ലെയിൻ ഹാർട്ട്. അപ്പം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. ആനീസ് കിച്ചണിൽ എന്തുകൊണ്ടാണ് ആനി എപ്പോഴും ഇങ്ങനെ വർത്താനം ഓപ്പണായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഹൃദയം എപ്പോഴും പ്ലെയിനാണ്, ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കറിയൊന്നും നടക്കുകയില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ വരുന്ന ആൾ ഭയങ്കര വെജിറ്റേറിയനാണ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പനീറാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, അരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ അരച്ച് വെച്ചതുകൊണ്ട് കാര്യം പറഞ്ഞുതരാം. ഇവിടെ എന്താ അറിയോ, ഫസ്റ്റ് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വെക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട്, ഇത് വെജിറ്റബിൾ ഓയിലാണ്, ഏത് വേണേലും എടുത്തു, വെളിച്ചെണ്ണ ഒഴിക്കരുത്. അല്ലാതെ വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് ഒരു 3-4 അണ്ടിപ്പരിപ്പ് എടുത്തേച്ച് ഒന്ന് വറക്കണം. വറുത്തേച്ച് അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണ്. ഇനി അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിച്ചോ, വിഷമിക്കണ്ട, കപ്പലണ്ടി കിട്ടുമല്ലോ, അതായാലും മതി. ഇനി അതില്ല, ബദാം ഉണ്ടോ, അതായാലും മതി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എനിക്ക് പനീർ ഒന്ന് വറുത്തെടുക്കണം. വറക്കണം എന്ന് മസ്റ്റൊന്നുമല്ല, പക്ഷെ വറുത്തെടുത്ത് കഴിഞ്ഞുള്ള ഗുണം എന്നാണെന്നറിയോ, ഇത് പൊടിഞ്ഞു പോരുകയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. എണ്ണ ഒരു 4-5 സ്പൂൺ ഞാൻ ഒഴിച്ചു. ഇതെന്തിനാ ഇത്രയും ഒഴിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പനീറുണ്ടല്ലോ ചില സമയം ഒട്ടിപ്പിടിക്കും ആ പാനയിൽ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയല്ല, നമ്മൾ ചിലപ്പോൾ ചീനച്ചട്ടിയിൽ ഇടുകയെന്ന് വിചാരിച്ചോ, ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായി ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ച്. പിന്നെ എന്തിനാ നോൺ സ്റ്റിക്ക് പാനിൽ ഇത്ര എണ്ണ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ, ഇത്രയും പനീറില്ലേ ഒന്നിച്ച് വറുത്തെടുത്താമെന്ന് വിചാരിച്ചാൽ. എണ്ണ ചൂടാവാതെ പനീർ എടുത്തിട്ട് എന്തിനാന്ന് ചോദിക്കും. അത് കാര്യം പറഞ്ഞുതരാം. ഈ പനീറിന് ഒരു ഇച്ചിരി തണുപ്പുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ പനീർ ഇടുവാന്നേൽ ഇത് പൊട്ടിത്തെറിക്കും, എൻ്റെ മേലെല്ലാം പൊള്ളും. ഇത്
ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുവേ. അതല്ല നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പനീറാണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഡീപ് ഫ്രൈ ഇട്ട് മീൻ വറുക്കുന്ന പോലെയും ഇറച്ചി വറുക്കുന്ന പോലെ ഒന്നും വറുക്കണ്ട. ഇത് കുറച്ചൊരു ഷാലോ ഫ്രൈ ഇല്ലേ, അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ ആവുന്നേ, അത്രയും മതി. വേണ്ടേ അത് മൂത്ത് തുടങ്ങിയേ, നോക്കിക്കോ. അത്രയും മാത്രം മതി. 2 സൈഡും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പനീർ മൂപ്പിക്കുന്നത് 2 സൈഡായാലും മതി. അതല്ല 4 സൈഡും മുരിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 സൈഡെങ്കിലും മുരിയണം, എന്നാലേ അത് പൊട്ടി പോരാതിരിക്കത്തുള്ളൂ. പിന്നെ പനീറിനൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ 4 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ മതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയി കഴിഞ്ഞാൽ പനീർ പെട്ടെന്ന് കയറി കട്ടിയാവും. അന്നേരം അത് കഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മുടെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ എണ്ണയിൽ ഉള്ളപ്പോഴേ, നമ്മൾ എന്നേതേലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നാച്ചുറൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു കൊതിയല്ല അവർക്കും ഉണ്ടാവൂലേ. അപ്പോൾ അവർക്കും കഴിക്കണം. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം, അവരെയും കൂടെ കൺസിഡർ ചെയ്ത് സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, പനീർ ഫുൾ വറുത്തു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 ക്യൂബ് ബട്ടർ ഇടാം. എണ്ണ ഉണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ജീരകം, ഒരു 1/2 ടീസ്പൂൺ വെച്ചോ. ഇനി അടുത്തത് കുറച്ച് ഗ്രാമ്പു മീൻസ് ഒരു 2-3. അത് കഴിഞ്ഞാൽ ഒരു പട്ടയുടെ ഇല. ഇതിൻ്റെ കൂടെ പട്ടയുടെ ഇലയും പട്ട ഒരു 1/2 കഷ്ണം മതി, ഒരു വലിയ കഷ്ണത്തിൻ്റെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഏലക്ക. നോർത്ത് ഇന്ത്യൻസ് ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, മോട്ടി ഇലായിച്ചി എന്നും പറഞ്ഞിട്ട് വലിയ ഏലക്ക കിട്ടും. അതും കൂടെ ഒരെണ്ണം ഇടുവേ. പക്ഷെ നമുക്കത് വേണ്ട, ഒത്തിരി ഏലക്കയുടെ ഫ്ലേവർ വരും. ഇതങ്ങോട്ടായി കഴിയുമ്പോഴത്തേന്, ഇത് ആ സ്ലോ ഫ്ലെയിമേ വെച്ചേച്ചുണ്ടല്ലോ, ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേന് ഇതങ്ങ് മൂക്കും. അപ്പോഴത്തേക്കും ഉള്ളി, ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. എന്നാലേ നമ്മൾ ചേർക്കാൻ പോകുന്ന ടൊമാറ്റോ പേസ്റ്റ് അല്ല, ടൊമാറ്റോ പ്യൂരി, അതായത് തക്കാളി വേവിച്ചേച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ അടിക്കുക ചെയ്താൽ. നമുക്ക് അമ്മമാർക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് വെറും തക്കാളി എടുത്തേച്ച് ഒന്ന് അടിച്ചാൽ മതി. ഇത് ഭയങ്കര പ്രൊഫഷണലി കേൾക്കുന്ന ആൾക്കാർ പറയും അങ്ങനെ ഒന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പഠിപ്പിക്കരുതെന്ന്. ഞാൻ 2 വശവും പറഞ്ഞുതരാം. ഞാൻ പച്ച തക്കാളി അരയ്ക്കാം, അതല്ല പ്യൂരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. തക്കാളി വേവിച്ചിട്ട് അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കും. ഉള്ളി മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ടീസ്പൂൺ മതി. ഇതിപ്പോൾ വലിയതിൽ ഒരു ടീസ്പൂൺ കറക്റ്റായിട്ട് എടുത്താൽ മതി. ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂത്താലില്ലേ, അതിനൊരു ഉപ്പിൻ്റെ രസമുണ്ട്. നമ്മൾ ഉപ്പ് ഇതുവരെ ഞാൻ ഉള്ളിക്ക് വാടാനും ഇട്ടില്ല, അല്ലാതെ പെട്ടെന്ന് വാടാൻ വേണ്ടി ചെയ്തിട്ടില്ല. കാര്യം ബട്ടറിനകത്ത് ഉപ്പുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്തും ഉപ്പുണ്ട്. ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വാടുവല്ല ചെയ്യുന്നത്. എന്നാൽ ബിരിയാണിയുടെ അത്രയല്ല, ഇച്ചിരി ഒന്ന് മുരിയണം, എന്നാലേ ഗ്രേവി തിക്കാവത്തുള്ളൂ. ടൊമാറ്റോയുടെ ഇതല്ല പ്യൂറേ എടുത്തിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ ഒന്ന് കുഴഞ്ഞു വരുവേ. അതുകൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം. ഇത് കുറച്ച് മൂത്ത് നോക്കിയേ, ഈ ഒരു പരുവം മതി. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കളവ് എങ്ങനെയാണെന്നറിയോ, ഇതിപ്പോൾ ഞാൻ ഇത്രയും പനീറേ എടുത്തിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ എടുത്തു. കുറച്ച് മുളക് പൊടി, അത് 1 ടീസ്പൂണ്. കുറച്ച് മല്ലിപ്പൊടി, അതും 1 ടീസ്പൂൺ.
ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല, അതും ഒരു 1/2 ടീസ്പൂൺ മതി. ഇതും കൂടെ മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ജീരകപ്പൊടി, ആദ്യം ജീരകം ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഒരു ഇച്ചിരി, അതൊരു 1/4 ടീസ്പൂൺ മതി. ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടുവേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റിയേച്ച് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ബട്ടറിൻ്റെയും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം, എന്നാൽ അതിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറത്തുള്ളേ. കണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞു. ഇനി ഞാൻ പനീർ ഇടാൻ പോകും. പനീറും ഇട്ട് ആ മസാലയായിട്ട് ഫുൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ഇപ്പം നമുക്ക് ഈ ഗ്രേവി ഇത്രയും പോരാ അല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് വറുത്തിടണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ അരച്ചിടാവേ. ഇത് ശരിക്കും ഞാൻ ചെയ്തത് കാജു പനീറാണ്. കാജു മീൻസ് അണ്ടിപ്പരിപ്പ്, അതാ ചെയ്തത്. പക്ഷേ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവർക്ക് നട്ട്സ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പനീർ നല്ലതാണ്, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതിലും വലിയ ദോഷമൊന്നുമില്ല. ബട്ടർ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ എണ്ണ ഒലീവ് ഓയിൽ ആണെങ്കിൽ ബെറ്റർ. പിന്നെ എല്ലാവരും വീട്ടിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുകയില്ല, സാധാ സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഇത് ഒഴിച്ചത്. അപ്പോൾ അത് മാറ്റി അതല്ല ഒലീവ് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു ഇത് ഇച്ചിരി ഒന്ന് പിടിക്കണം മീൻസ് ആ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതിൻ്റെ ഒരു പച്ചച്ചൊവ വറുത്ത ഇട്ടേക്കുന്നത്, പക്ഷെ എന്നാലും അതൊരു ഇച്ചിരി ഒരു ആ ഗ്രേവി എല്ലാവരുമായിട്ടൊന്ന് ചേരണ്ടേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മണം വേണ്ടേ നല്ലേ, പക്ഷെ അതിനൊരു നോർത്ത് ഇന്ത്യൻ ആകുമ്പോൾ കുറച്ച് കസൂരി മേത്തി ഇടുന്നത് നല്ലതാണ്. ഒരുപാട് ഇടരുത്, കഴിക്കും. ഇനി വേണ്ടിയത് ആ ക്രീമാണ്. ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല. ഇന്ന ബ്രാൻഡ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഈ നമ്മൾ ക്രീം ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് കുറച്ചിങ്ങനെ നല്ല തിക്കാവും. പക്ഷെ നമുക്ക് ആ ഗ്രേവി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തോളൂ. കസൂരി മേത്തിയും ജീരകവും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചേരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, മല്ലിയില. അത് ഫ്രഷായിട്ട് കുറച്ചൊന്ന് അരിഞ്ഞിടാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പനീർ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് നാണ്, റോട്ടി ഇതെല്ലാം കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് ശരിക്കും ഞാൻ പറയില്ല, ഇന്ന് വെജിറ്റേറിയൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേ എന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ്, അത് ശരിക്കും നമ്മുടെ പല പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഈ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരാ വരുന്നറിയോ? ഒത്തിരി ഇടവേളകൾക്ക് ശേഷം സിനിമ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ക്യാരക്ടറോട് കൂടി തിരിച്ചുവരവ് നടത്തിയ വേറെ ആരുമല്ല, നമുക്ക് ഏറ്റവും നമ്മുടെ ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആഗ്രഹിച്ചു. പക്ഷെ പെട്ടെന്ന് നിപ്പിന് സിനിമ എല്ലാം മതിയെന്നും പറഞ്ഞേച്ച് കല്യാണം കഴിഞ്ഞ് പോയി. പക്ഷെ തിരിച്ച് അതേപോലെ ഫിലിമിലേക്ക് വന്ന്
നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സ്ക്രീൻ പ്രസൻസ് തരാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് അഭിരാമിയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അഭിരാമി ഒത്തിരി നാളുകൾക്ക് ശേഷം സിനിമയിൽ അഭിനയിക്കുന്നത്. അന്നേരം ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതിന് മുമ്പ് എനിക്ക് ഈ പരിപാടി ഒന്ന് തീർത്തേച്ച് പ്രസൻറ്റ് അത് നമ്മൾ കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചേച്ച് വേണം എനിക്ക് വർത്താനം തുടങ്ങാൻ. ഇല്ലേലുണ്ടല്ലോ ഒന്നും വിശേഷം അറിയാനൊക്കത്തില്ല. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണേ. അന്നേരം പിന്നെ 1-2 വർത്താനത്തിലൊന്നും നിൽക്കുകയില്ല, കുറച്ച് കൂടുതൽ വർത്താനം പറയേണ്ടി വരും. ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ചോദിക്കാൻ. പലതവണ കണ്ടിട്ട് മറന്നുപോയ പല കാര്യങ്ങളും ഇപ്പോൾ കരുതി കൂട്ടി വെച്ചേക്കുക. അന്നേരം ഇതെല്ലാം ചോദിച്ച് ഞാൻ മാത്രം അറിയണ്ടല്ലോ, എൻ്റെ പ്രേക്ഷകർക്കൂടെ വിശേഷം അറിയാം.